ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. എല്ലാ സംസാരങ്ങൾക്കകത്തും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആത്മാവുണ്ട്. എല്ലാ ഇടപാടുകൾക്കകത്തും ഒരു ആത്മാവുണ്ട്. ആത്മീയത പൊതിഞ്ഞു പിടിച്ചത് കൊണ്ട് അത് ദൈവാത്മാവാകണമെന്നൊന്നും ഇല്ല താനും. നമുക്കൊന്ന് രണ്ട് വിഷയങ്ങളിലൂടെ അതിനെക്കുറിച്ചൊന്ന് കടന്നു പോകാം. ബാക്കി ഒന്ന് വായിച്ചാട്ട് അപ്പസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. ജനങ്ങൾ ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അതായത് ഇവർക്ക് ഹൃദയത്തിൽ കുത്തുകൊള്ളാൻ ഇടയാക്കിയ ഒരു ആത്മാവിൻ്റെ പ്രവർത്തനം. അപ്പസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്ന പ്രസംഗം കേട്ടിട്ടാണ് ഈ കേൾവിക്കാരുടെ ഹൃദയത്തിൽ വന്നുകൂടിയ ആളുകളുടെ ഹൃദയത്തിൽ ഏതാണ്ട് ഒരു 3000-ഓളം ആളുകളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളാൻ ഇടയാക്കിയ ഒരാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു മാനസാന്തരം, അകത്തൊരു വ്യത്യാസം, ഒരു പ്രേരണ ഉണ്ടാകാൻ ഇടയാക്കിയ ഒരാത്മാവ്. സത്യത്തിൽ ഇവരൊന്നും അല്ല യേശുവിനെ ക്രൂശിച്ചത്. യേശുവിനെ ക്രൂശിച്ചത് അവരല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അത് യോഹന്നാൻ 18:3 നോക്കിക്കേ. അങ്ങനെ യൂദാ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ഭടന്മാരെയും കൂട്ടിക്കൊണ്ട് തീപ്പന്തങ്ങളും റാന്തലുകളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന്, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. അതിൻ്റെ 3-ാമത്തെ വാക്യം, ഈ യേശുവിനെ പിടിക്കാൻ വന്നത് ഒരു സംഘം പടയാളികൾ, മുഖ്യ പുരോഹിതന്മാർ, പരീശന്മാർ, ഇവർ ചേർന്നയച്ച ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിക്കൊണ്ടുവന്ന്. കാരണം യേശുവിനെ പിടിക്കാൻ വന്ന അവരിലെല്ലാം വ്യാപരിച്ച ഒരാത്മാവുമുണ്ട്. അവരെ എല്ലാം കൂടെ അങ്ങോട്ട് ഒപ്പിച്ച് ചേർത്ത ഒരു സംഘം പടയാളികൾ, ഇതിനോട് ഒരു താല്പര്യമില്ലാത്ത പടയാളിയൊന്നുമല്ല വന്നത്. മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും അയച്ച ഉദ്യോഗസ്ഥന്മാരും. അപ്പം മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും കൂടെ ഈ ആശയം അങ്ങോട്ട് അവതരിപ്പിച്ചപ്പോൾ ആ ആശയത്തോട് ചേർന്ന ഇവരെ ചേർക്കാൻ തയ്യാറായ ഒരാത്മാവ്, അങ്ങനെ ഒരു സംവിധാനവും അതിനകത്തുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത്, ഈ വിഷയം പറഞ്ഞപ്പം കുത്തുകൊള്ളിച്ച, ഹൃദയത്തിൽ മാനസാന്തരം കൊടുത്ത ഒരാത്മാവുണ്ട്. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി, പിടിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തികളെ ഒത്തുചേർപ്പിച്ച ഒരാത്മാവും. ഇനി അവരെയെല്ലാം യേശു വിളിച്ചത് എങ്ങനെയാണെന്ന് മത്തായി 26:45 വായിച്ചേ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, നാഴിക അടുത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. അവിടെ വിളിച്ചത് ഇവന്മാരെ എല്ലാം പാപികളെന്നാണ്. ഈ പാപികളെ ഒരുമിച്ച് ചേർത്തതിൻ്റെ പുറകിലും ഒരാത്മാവുണ്ട്, ഒരു സ്പിരിറ്റുണ്ട്. പാപികളെ ഒരുമിച്ച് ചേർത്ത ഒരാത്മാവ്. കൂടി ആലോചിച്ച് നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ, ഈ കൂടി ആലോചിച്ച് ഈ കാര്യം നടപ്പിലാക്കിയവരിൽ ഒരാത്മാവുണ്ട്. ഈ ആത്മാവ് ഇതിലൊരുത്തൻ്റെ വായിൽ നിന്ന് വാക്കുകളിലൂടെ ഇറങ്ങി വേറൊരുത്തൻ്റെ ഉള്ളിലോട്ട് സഞ്ചരിച്ച് കയറി അവനെയും കൂടി ഈ കൂട്ടത്തിലോട്ട് കൂട്ടുക ചെയ്യുന്നത്. മർക്കോസ് 15:1 വായിച്ചേ. ഉടനെ അതിരാവിലെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി ആലോചിച്ച് യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. അതായത് അതിരാവിലെ തന്നെ ഇവർ ഈ കാര്യങ്ങൾ ചെയ്ത്, ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മുഖ്യ പുരോഹിതന്മാരും മൂപ്പന്മാരും വേദജ്ഞരും ന്യായാധിപ സംഘത്തിലുള്ള എല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയെന്ന് പറഞ്ഞാൽ, ഇവരെ ഒരു തീരുമാനത്തിലെത്തിക്കാൻ ഇവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച ഒരാത്മാവ്, ഇവരിലെല്ലാവരിലും ഇവരെ ഒരുമിപ്പിച്ച് നിർത്താനായി പ്രവർത്തിച്ച ഒരാത്മാവ്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരാത്മാവും ഉണ്ട്. ഇത് ന്യായപ്രമാണത്തിൻ്റെ
വക്താക്കളായിട്ട് ഇവിടെ നിൽക്കുന്ന മുഖ്യ പുരോഹിതന്മാരും മൂപ്പന്മാരും വേദജ്ഞരും ന്യായാധിപ സംഘത്തിലുള്ള എല്ലാവരും, ഇതെല്ലാവരും പ്രയോഗിച്ചതും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തി 2:37 ജനങ്ങൾ കുത്തുകൊണ്ടപ്പോൾ പോയ അതിൻ്റെ പുറകിലും വേറൊരാത്മാവുണ്ട്. അവിടെയും പ്രയോഗിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. അതായത് യോവേൽ പ്രവചനം പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചനം എടുത്തു വെച്ചിട്ടാണ് പത്രോസ് പ്രസംഗിച്ചു തുടങ്ങിയത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും പുറകിൽ 2 തരം ആത്മാവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടുത്ത കാര്യം റോമർ 10:17 വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴും. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഈ വചനത്തിനകത്തൂടെ വ്യാപരിച്ചു വരുന്ന ഒരാത്മാവ് കേൾക്കുന്നവനിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ന്യായശാസ്ത്രികളും ഒക്കെ കൈകാര്യം ചെയ്തതും അതൊക്കെ തന്നെയാണ്. അപ്പം വചനപ്രസംഗങ്ങളിലും വചന കേൾവിക്കാരിലും ഒന്ന് മുഴുവൻ പരിശുദ്ധാത്മാവാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. വചനം പ്രസംഗിക്കുന്നവരിലും വചനം കേൾക്കുന്നവരിലും മുഴുവൻ പരിശുദ്ധാത്മാവാണോ എന്നൊരു ചോദ്യത്തിന് അല്ല എന്ന ഉത്തരം. നല്ലൊരു ശതമാനം ആളുകളിലും അല്ല എന്ന ഉത്തരം. ഈ പ്രസംഗകരെ പലരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അല്ല എന്ന്. തെളിവ് ഞാൻ പറയാം. ഈ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ അനന്യാസ് സഫീറ എന്ന 2 പേരെ കേൾക്കാം. അവർ 2 പേരും പ്രസംഗം കേട്ടവരാണ്, പ്രസംഗങ്ങൾ കേട്ടവരാണ്. മാനസാന്തരപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല, സ്നാനപ്പെട്ടതാണ്. അവർ സഭയ്ക്കകത്ത് അംഗങ്ങളായിരുന്നു. എല്ലാ ജനവും തങ്ങൾക്കുള്ള വസ്തുവകളെല്ലാം പൊതുവായിട്ട് കരുതി വസ്തുവകൾ വിറ്റുകൊണ്ട് അപ്പസ്തോലന്മാരുടെ കാക്കൽ വെക്കുന്നത് കണ്ടവരാണ്. ചുമ്മാ ഡൂക്കിലി പാസ്റ്റർമാരുടെ പ്രസംഗമല്ല കേട്ടത്, ശുശ്രൂഷകരുടെ പ്രസംഗമല്ല കേട്ടത്, അപ്പസ്തോലന്മാരുടെ പ്രസംഗം കേട്ടതാ. ശിഷ്യന്മാരിൽ ഒന്നാമനായ അപ്പസ്തോലന്മാരിൽ ഒന്നാമനായ പത്രോസിൻ്റെ പ്രസംഗങ്ങൾ കേട്ടതാ. അപ്പോൾ അവർക്കുള്ള വസ്തുവിൽ വിറ്റിട്ട് അതിൻ്റെ ഒരു വീതം മാറ്റി വെച്ചിട്ട് ഒരു വീതം ഇവർ അപ്പസ്തോലന്മാരുടെ കാക്ക കൊണ്ടുവച്ചു. വചനം കേട്ടവർ, സ്നാനപ്പെട്ടവർ, സഭാംഗങ്ങളായിരുന്നവർ, സ്ഥിരം മീറ്റിംഗ് കൂടുന്നവർ, തിരുവത്താഴം എടുക്കുന്നവർ, ഇവരിൽ പോലും വ്യാപരിച്ച ആത്മാവ് വേറൊരു ആത്മാവായിരുന്നു. അപ്പോൾ സഭയിലുള്ള വിശ്വാസികളുടെ ഉള്ളിലെല്ലാം പരിശുദ്ധാത്മാവാണെന്നൊന്നും പറയാൻ പറ്റില്ല. വചനം പറയുന്ന ശുശ്രൂഷകന്മാരുടെ എല്ലാം ഉള്ളിൽ പരിശുദ്ധാത്മാവാണെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാം പുറകിൽ വേറൊരാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലേ മനസ്സിലാവുള്ളൂ. ഒരുവനിലുള്ള ആത്മാവ്, ഒരുവനിൽ വ്യാപരിക്കുന്ന ആത്മാവ് അവൻ്റെ വാക്കുകളിലൂടെ വെളിച്ചാടുന്നു. ഈ വാക്ക് വെളിച്ചാടി അന്തരീക്ഷത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ സയൻസ് പറയും ശബ്ദതരംഗങ്ങൾ, പിന്നീട് അത് വായു തരംഗങ്ങളായി മാറുന്നു. കേൾവിക്കാരൻ്റെ ചെവി വന്നിട്ട് ആ വായു തരംഗങ്ങൾ ശബ്ദതരംഗങ്ങളായി മാറുന്നു. ഇനി മൈക്കിൽ കൂടെയാണ് നമ്മൾ പ്രസംഗിക്കുന്നെങ്കിൽ ഒരുവൻ്റെ വായിൽ നിന്നിറങ്ങുന്ന ശബ്ദതരംഗങ്ങൾ അത് മൈക്കിലോട്ട് കയറുമ്പോഴത്തേനും അത് വൈദ്യുത തരംഗങ്ങളായി മാറി കേബിളിൽ കൂടെ പോയി സ്പീക്കറിൽ ചെല്ലും. സ്പീക്കർ ആ വൈദ്യുത തരംഗങ്ങളെ വീണ്ടും ശബ്ദതരംഗങ്ങളാക്കി അന്തരീക്ഷത്തിലോട്ട് വന്നിട്ട് അത് കേൾവിക്കാരൻ്റെ ചെവിയിലേക്ക് പോകുന്നത് വീണ്ടും കാറ്റായിട്ട് പോയിട്ട് അവൻ്റെ ഉള്ളിൽ കയറും. ആ ചെവിക്കകത്ത് ചെല്ലുമ്പോഴാണ് സ്വാഭാവികമായി അത് വീണ്ടും വാക്കുകളാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാറ്റിനകത്തെല്ലാം ഒരു വചനമുണ്ട്. അല്ല, ഈ കാറ്റിനകത്തെല്ലാം ഒരാത്മാവുണ്ട്. ഈ വാക്കുകൾ വായിൽ നിറങ്ങി ഇങ്ങനെ പോകുന്ന കാറ്റിനകത്തെല്ലാം ഒരാത്മാവുണ്ട്. ഇത് കാറ്റായിട്ട് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരുത്തൻ്റെ ഉള്ളിൽ കയറും. ഇത് അവിടെ വസിച്ചിട്ട് അവൻ്റെ ലക്ഷ്യം നടത്തും. അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷകരാരാന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ പ്രസംഗങ്ങളുടെ കൈലാസമാണ്. ഈ പെന്തക്കോസിലുള്ളവർക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൂപ്പിക്കുന്ന പ്രസംഗങ്ങൾ അവർക്ക് ഒരു വിഷയമില്ല. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ കാലമായിട്ട് ഈ കേട്ടോണ്ടിരുന്നത് പോലെ ഈ രാത്രിയിൽ ദൈവം നിന്നെ. പക്ഷേ ഈ കാണിക്കുന്ന കൊള്ളരുതായിക കയ്യിലിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ലാത്തവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോയാൽ ശകലം പണിയാണ്. അവർ വ്യക്തി ജീവിതത്തിൽ ആരാന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങളും അവരുടെ ജീവിതവും കൂടെ ഒന്നാണെന്ന് നമുക്കൊരു തെളിവ് കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ പോയിരുന്ന് കേട്ട് കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന്
വരുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ കൂടെ കാറ്റായിട്ട് വന്നിട്ട് അതിനകത്തുള്ള ആത്മാവ്, ആ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ കയറും. നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ സ്പിരിറ്റിനോട് ചേർന്ന് നടക്കും. ഈ ഗ്ലാമറുള്ള പ്രസംഗകരൊക്കെ ആളുകളെ കൂട്ടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാ. കാരണം അവരുടെ ആ ഗ്ലാമറിനകത്തൂടെ വ്യാപരിക്കുന്ന ഒരു സാത്താന്യ ശക്തി അവരുടെ വായിൽ കൂടെ വെളി വന്നിട്ട്, കാര്യം അവർ പറയുന്നത് അതുപോലത്തെ കാര്യങ്ങളായിരിക്കും, അവരുടെ ഈ ഗ്ലാമറൂടെ ചേർന്ന് ഇങ്ങോട്ട് വരുമ്പം ഈ സാധനം അന്തരീക്ഷത്തിൽ കൂടെ വന്ന് കേൾവിക്കാരൻ്റെ ചെവിയിലോട്ട് കയറുമ്പോൾ സ്വാഭാവികമായ ഒരു ആത്മീക പ്രേമം ആ ആത്മശക്തിയോടുണ്ടാകും. അവരാരാന്ന് നമുക്കറിയത്തുമില്ല. അതുകൊണ്ടാണ് അനേക സ്ത്രീകൾ ഈ പല ദേവദാസന്മാരെന്ന് പറയുന്നവരെ ന്യായീകരിക്കാൻ നടക്കുന്നത്. ഓ, ഞങ്ങളുടെ അച്ചാച്ചൻ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ യേശുവിനെക്കുറിച്ചോ വചനത്തിനെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ വാക്കുകളുടെ പുറകിലും ഏതെങ്കിലും ഒരു ആത്മാവുണ്ട്. അതെല്ലാം പരിശുദ്ധാത്മാവല്ല. സഭയ്ക്കകത്താണേ പോലും എല്ലാം പരിശുദ്ധാത്മാവൊന്നും അല്ല. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ദുരാത്മാവ് നിസ്സാരമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് കയറും. കാലാന്തരത്തിൽ നമുക്കത് നമ്മുടെ നിത്യതയ്ക്കും നമ്മുടെ ആത്മീയ മേഖലയുടെ തകർച്ചയ്ക്കും അതൊക്കെ കാരണമാകും. അത് നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലൊക്കെ അത് കാണാനും തുടങ്ങും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ കേൾക്കുന്ന ഓരോ വാക്കിനകത്തും അത് വചനപ്രസംഗമാണെങ്കിൽ പോലും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ആത്മാവുണ്ടെന്നും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലാത്തത് ഞങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ഞങ്ങൾക്കൊരു ജ്ഞാനവും ഞങ്ങൾക്ക് കൃത്യം അറിയത്തില്ലാത്ത ആളുകളെയൊക്കെ ഒഴിവാക്കി നിർത്താനും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ അങ്ങേക്കൊരു സഭയുണ്ട്. അത് അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതാണ്. ആ സഭയാണ് നിത്യതയോളം എത്തുന്നതെന്നുള്ള ബോധ്യത്തിൽ കർത്താവെ മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.